കോഴിക്കോട് പേരാമ്പ്രയിൽ നേരത്തെ വലിയ സംഘർഷമാണ് ഉണ്ടായത്. UDF CPIM പ്രതിഷേധ പ്രകടനങ്ങൾ മുഖാമുഖം എത്തിയതിന് പിന്നാലെ പോലീസ് നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തിവീശി, അതുപോലെ കണ്ണീർ വാതകം പ്രയോഗിച്ചു. അതിൽ ഷാഫി പറമ്പിൽ MP പരിക്കേറ്റു. അതിന് പിന്നാലെ വലിയ വിമർശനം, പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. സംഘർഷത്തിൽ MP മർദ്ദിച്ച സംഭവത്തിൽ ഇന്ന് രാത്രി 10 മണിക്ക് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും എന്ന വിവരം ഇപ്പോൾ പുറത്തുവരുന്നു. നാളെ കോൺഗ്രസിന്റെ പ്രതിഷേധ ദിനം മണ്ഡലം തലത്തിൽ ആചരിക്കാനും നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ പ്രതികരണത്തിലേക്ക്. ഇന്ന് UDF പേരാമ്പ്ര മേഖല ഹർത്താലായിരുന്നു. വൈകുന്നേരം അതൊരു പ്രതിഷേധ പ്രകടനം, സമാധാന പ്രകടനം, ആ പ്രകടനം UDF നടത്തി പേരാമ്പ്ര ടൗണിന്റെ ഹൃദയഭാഗത്തേക്ക് പ്രവേശിക്കാൻ പോലീസ് അനുവദിച്ചില്ല. ആയുധങ്ങളുമായി ഒരു ഭാഗത്ത് CPM-കാർ, ഇപ്പുറത്ത് പോലീസ് തടയുന്നു പ്രകടനത്തെ. സംഘർഷാവസ്ഥ വന്നു. ബഹുമാനപ്പെട്ട MP ഷാഫി പറമ്പിൽ ഞാനും ഒരു യോഗത്തിൽ കൊയിലാണ്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിവരം പറഞ്ഞത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പ്രൊവോക്കഡായ മോബാണ്. പ്രവർത്തകരാകെ വളരെ 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 പ്രതിഷേധിച്ച് നിൽക്കുകയായിരുന്നു. അവരെ ശാന്തമാക്കുകയാണ് MP ചെയ്തത്. ഞാനും MP-യും പോയി ശാന്തരാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് പോലീസ് ഒരു പ്രകോപനമില്ലാതെ വന്നിട്ട് അടിക്കുകയായിരുന്നു. ഷാഫി പറമ്പിൽ MP-യെ നോക്കി അടിക്കുകയായിരുന്നു. സമീർ C. മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. സമീർ, ഈ സംസ്ഥാന തലത്തിൽ തന്നെ ഈ വിഷയം ഉയർത്തുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം. നാളെ ഇപ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള ആഹ്വാനം KPCC-യുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. അതുപോലെ ഇന്ന് രാത്രി 10 മണിക്ക് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താൻ പോകുന്നു. കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനം ചില വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം MP-യെ പോലീസ് ആക്രമിച്ചു എന്നുള്ളതാണ്. സമീർ, ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നിലനിൽക്കുന്നു. ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പോലീസ് ഈ വിധത്തിൽ ശ്രമിക്കുന്നത്, സർക്കാർ ശ്രമിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് തല്ലുന്നത്. പ്രത്യേകിച്ചും MP ആണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചത് എന്ന കാര്യം കൂടി ഷാഫി പറമ്പിൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി 10 മണിയോടുകൂടി തന്നെ ഇവിടെ പ്രതിഷേധം ആരംഭിക്കും. ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ KS, അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ പ്രതിഷേധമാണ് ഉണ്ടാകും. നാളെയും ഈ വിധത്തിൽ അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ബേബി മുഹമ്മദ് ആശുപത്രിയിലേക്ക് പരിക്കേറ്റ കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പരിക്കേറ്റ പ്രവർത്തകരെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ യുവാക്കളെ ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് തൊട്ട് മുമ്പാണ് ഇവിടേക്ക് MP ഷാഫി പറമ്പിലും എത്തിയത്. അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്ന് രക്തം ഒഴുകുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പോലീസും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലാണ് ഏറെ നേരം വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് കയ്യാങ്കളിലേക്ക് നീങ്ങുകയും ചെയ്തത്. ആദ്യം CPM പ്രവർത്തകർ, പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ പ്രതിഷേധം എത്തുന്നു, അവർ മുഖാമുഖം എത്തുന്നു. അത് CPIM പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന നിലയുണ്ടായിട്ടുണ്ടോ, അതോ കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ ഏകപക്ഷീയമായി UDF പ്രവർത്തകർക്ക് നേരെ മാത്രം പോലീസിന്റെ നടപടി ഉണ്ടായി, എങ്ങനെയാണോ സമീർ? നിലവിൽ ഏറ്റവും കൂടുതൽ പേർക്ക് പരിക്കേറ്റിരിക്കുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് തന്നെയാണ്. കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും അതുപോലെ തന്നെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കുമാണ് സാരമായി പരിക്കേറ്റിരിക്കുന്നത്. കോൺഗ്രസ് ആരംഭിക്കുന്നതും അതുതന്നെയാണ്. ഇവർ തെരഞ്ഞു പിടിച്ച് കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസിന്റെ നേതാക്കളെയും പോലീസ് തല്ലുകയായിരുന്നു. CPM-ന്റെ ഗുണ്ടകളെ പോലെ തങ്ങൾക്കെതിരെ ആക്രമിച്ചു എന്നുള്ള ആരോപണം കൂടി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസിനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. MK രാഘവൻ MP ഉൾപ്പെടെയുള്ളവർ ഇവിടെ അല്പസമയമാണ് എത്തിയിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.